ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ഏപ്രിൽ 5 വിശുദ്ധ വിൻസെന്റ് ഫെററിൻ്റെ തിരുനാൾ. സ്പെയിനിൽ വലൻസിയ എന്ന സ്ഥലത്ത് പുണ്യ അഭ്യാസത്തിനും ദാനധർമ്മങ്ങൾക്കും പുകഴ്പെറ്റ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ച വിൻസെന്റിന്റെ ഒരു സഹോദരൻ ബോണിഫസ് കർത്തൂസ്യൻ സഭയുടെ ജനറലായിരുന്നു. വിൻസെന്റ് ചെറുപ്പം മുതൽക്കേ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ഉപവസിച്ചിരുന്നു. ഈശോയുടെ പീഡാനുഭവത്തോട് ആർദ്രമായ ഭക്തി കാട്ടിയിരുന്നു. 12 വയസ്സ് മുതൽ വിൻസെന്റ് തത്വശാസ്ത്രവും വൈദ്യശാസ്ത്രവും അഭ്യസിച്ചിരുന്നു. 18-ാമത്തെ വയസ്സിൽ ഡൊമിനിക്കൻ സഭയിൽ ചേർന്നു. 28-ാമത്തെ വയസ്സിൽ ഡോക്ടറേറ്റ് നേടി. ഫാദർ വിൻസെന്റിന്റെ പ്രസംഗങ്ങൾ ശ്രോതാക്കളെ കരയിച്ചിരുന്നു. പാപം, മരണം, വിധി, നരകം, നിത്യത എന്നിവയായിരുന്നു പ്രഭാഷണ വിഷയങ്ങൾ. ഇതിനാൽ വിധിയുടെ മാലാഖ എന്ന അപരനാമത്തിലാണ് വിൻസെന്റിനെ അറിയപ്പെട്ടിരുന്നത്. ഭാഷാവരവും അത്ഭുതവരവും സിദ്ധിച്ചിരുന്ന വിൻസെന്റ് ബാർസലോണയിലെ മെത്രാനായ ജോൺ സോളറിനുണ്ടായിരുന്ന മുടന്ത് അത്ഭുതകരമായി മാറ്റി. ഗ്രാനഡയിൽ അനേകം മുസ്ലിങ്ങളെയും ടൊളദോയിൽ കുറേ യഹൂദരെയും വിൻസെന്റ് മാനസാന്തരപ്പെടുത്തി. ആധ്യാത്മിക ജീവിതം, ആന്തരിക മനുഷ്യൻ, കർത്തൃജപം, പ്രലോഭനങ്ങളിലുള്ള ആശ്വാസം, വിശ്വാസത്തിനെതിരെ 7 കത്തുകൾ എന്നിവ വിൻസെന്റിന്റെ കൃതികളാണ്. എൻ്റെ ജീവിതം മുഴുവൻ ദുർഗന്ധമല്ലാതെ മറ്റൊന്നുമല്ല. എൻ്റെ ആത്മാവും ശരീരവും വ്രണിതമാണ്. എൻ്റെ പാപങ്ങളും അനീതികളും നിമിത്തം എൻ്റെ ജീവിതം ചീഞ്ഞു നാറുന്നു. 60 വയസ്സുവരെ ദൈവസ്നേഹം പ്രസംഗിച്ചു നടന്ന് ക്ഷീണിതനായി ഫാദർ വിൻസെന്റ് 10 ദിവസം അസുഖമായി കിടന്ന് 10-ാം നാൾ കർത്താവിൻ്റെ പീഡാനുഭവം തന്നെ വായിച്ചു കേൾപ്പിക്കാൻ ആവശ്യപ്പെട്ടു. 1419 ഏപ്രിൽ 5-ാം തീയതി പെസഹ വ്യാഴാഴ്ചയുടെ തലേ ദിവസം സ്വർഗീയ വിരുന്നിനായി ഫാദർ വിൻസെന്റ് യാത്രയായി. വിശുദ്ധ വിൻസെന്റ് ഫെററെ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.